ഇന്നൊരു ഹൈദരാബാദി പനീർ മസാലയാണ് ചെയ്യുന്നത്. എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തിക്ക് ഗ്രേവി മസാലയാണ് ചെയ്യുന്നത്. വീഡിയോ കണ്ട് അതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. ഇതാ ഒരു 200 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. അത് ഇങ്ങനെ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊരു ചൂട് കട്ടിയുള്ള ഒരു പരന്ന പാത്രത്തിൽ അല്പം എണ്ണ ഒഴിച്ചുകൊണ്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുവാണ്. ദോശക്കല്ലിൽ അല്പം എണ്ണ പുരട്ടിയിട്ട് ഇതുപോലൊന്ന് രണ്ട് സൈഡും ഒന്ന് ലൈറ്റായിട്ടൊന്ന് മുറിച്ചെടുത്താലും മതിയേ. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോഴത്തേന് പനീർ ഈ ഗ്രേവിക്കകത്തൊന്നും പൊട്ടിപ്പോകത്തില്ല. പിന്നെ കാണാനൊരു ലുക്കും ഉണ്ട്, പിന്നെ ഒരല്പം ടേസ്റ്റ് കൊടുക്കുക ഉണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴേ. നോൺ സ്റ്റിക്ക് പാത്രമാണെന്നുണ്ടെങ്കിൽ തീയൊന്നും ഒരുപാട് കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീ അല്പം കൂട്ടി കൊടുത്താൽ മതി. പെട്ടെന്ന് ഇത് രണ്ട് സൈഡും മുറിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതെല്ലാം അത് എണ്ണയൊക്കെ മാറ്റി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാ ബാലൻസ് വന്ന എണ്ണ കടായിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി 2 ചെറിയ സവാളയാണ് ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളക്, ഇതാ ഇത്രയും വെളുത്തുള്ളി, ഒരു തുണ്ടി ഇഞ്ചി കഷ്ണങ്ങളാക്കിയത് ഇതോടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. ഇതാ ഇതെല്ലാം കൂടെ ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് വേണമെങ്കിൽ അല്പം ഉപ്പ് ഇവിടെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ലേ. ഇത് കുറേശ്ശെയായിട്ട് സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവാകുമ്പോഴത്തേന് സവാള ഇങ്ങനെ സൈഡിലോട്ട് വടിച്ച് ചേർത്തെടുത്ത് ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് വാരിയിടാമേ. ഇതാ ഈ ഒരളവിന് വഴന്നിരിക്കണേ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു കൈപ്പിടി അളവ് മല്ലിയില ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പുതിനയില ചേർത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിക്കാതെ വേണം അരയ്ക്കാനായിട്ട്. തൈര് ചേർത്താണ് അരയ്ക്കുന്നത്. ഒരു 3 സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. തൈര് നല്ല കട്ടി തൈരാണ്, അധികം പുളിയില്ലാത്തത് വേണം ചേർക്കാനായിട്ട്. ഒരുപാട് പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 1.5-2 സ്പൂണിൽ കൂടുതൽ ഒഴിക്കണ്ടായേ. നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. വീണ്ടും കടായിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലിതാ ഇത്രയും നല്ല ജീരകമാണ്, പെരുംജീരകമല്ല, നല്ല ജീരകം, ചെറിയ ജീരകം, 4 ഗ്രാമ്പു, 3 ഏലക്ക, 2 പട്ട, 1 വഴനയില ഇത്രയും ചേർക്കുക. ജീരകം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേന് ഗ്യാസ് ഒന്നിൽ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ സിമ്മി വയ്ക്കുക. ഒരു 3/4 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. കൂടെ തന്നെ അതേ അളവിന് മല്ലിപ്പൊടിയും ചേർക്കുക. പെട്ടെന്ന് ഇളക്കിയെടുക്കണം. തീ കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ പാത്രം താഴെ വെച്ചാലും മതിയേ ആ ഒരു സമയത്തേക്ക്. ഇത് പെട്ടെന്ന് തന്നെ എണ്ണയൊന്ന് റൗണ്ടിലൊന്ന് മിക്സ് ചെയ്യുക. കൂടെ തന്നെ അരച്ച് വെച്ചിരിക്കുന്നത് അങ്ങ് ചേർക്കുക. ഇത് അരച്ച് ചേർത്തതിന് ശേഷം ഗ്യാസ് കുറച്ച് കൂട്ടി വെച്ചുകൊണ്ട്, തീ കുറച്ച് കൂട്ടി വെച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇനി ഇത് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. എണ്ണയൊന്ന് സൈഡിലൊന്ന് വിട്ട് വരുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കണേ. കുറച്ച് മഞ്ഞൾപ്പൊടിയോടെ ചേർക്കുകയാണ്. അതിൻ്റെ കളറൊക്കെ കുറച്ച് ഡാർക്കാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡിങ്ങനെ വിട്ട് വരാൻ തുടങ്ങണം. ഇതാ ലൈറ്റായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. നല്ലവണ്ണം ഇത് തെന്നി മാറുന്ന രീതിയിൽ വഴറ്റിയെടുക്കണേ. അപ്പോൾ കളറും കുറച്ച് ഡാർക്കാവും. ഇതാ ഇങ്ങനെ തെന്നി മാറുന്ന കാണുമ്പോൾ അറിയാം നല്ലവണ്ണം വഴന്നിട്ടുണ്ടെന്നുള്ള. ഈ ഒരളവിന് വഴറ്റിയെടുക്കണം. ഇനി പനീർ വേകാനുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി നോക്കുക. കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. അതായത് പനീറിന് ആവശ്യമുള്ള, ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. ഇതാ കുറച്ച് വെള്ളം കൂടാണ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക. ഇനി ഇത് തിളയ്ക്കാൻ തുടങ്ങും. ഇത് തിളച്ചിട്ടുണ്ട്. ഇനി പനീർ ഓരോന്നായിട്ട് നിരത്തിയിടുകയാണ്. ഇതാ ഇങ്ങനെ ഒന്ന് ചാലും ഇട്ടാൽ മതി. പതുക്കെ ഇടുക. എല്ലാം കൂടെ കൂടിക്കിടക്കാതെ നിരത്തിയിടുക. ആ ഗ്രേവിയൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിലൊന്ന് നിരത്തിയിട്ട് കുക്ക് ചെയ്തെടുക്കണേ. നല്ലതായിട്ടൊന്ന് വെട്ടി തിളയ്ക്കുന്ന രീതിയിൽ ആദ്യമേ ഒന്ന് തീ കൂട്ടി കൊടുക്കുക. നല്ലവണ്ണം ഒന്ന് വെട്ടി തിളച്ചതിന് ശേഷം സിമ്മിലിട്ട് മൂടി വയ്ക്കണേ. കാരണം തിക്ക് ഗ്രേവിയാണ്, അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇടയ്ക്കൊന്ന് ലൈറ്റായിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഒരു 3/4 വെന്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ഭാഗം കൂടി ഇരുന്നാൽ മതി. ആ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേന് വറുത്ത് പൊടിച്ച ജീരകമാണ് ചേർക്കുന്നത്. ഒരല്പം ചേർത്താൽ മതി. ഇത് പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം പൊടിച്ചാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം, മസാല ഒരുപാട് ഇഷ്ടം ഇല്ലാത്തവർ ചേർക്കേണ്ട ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ മാത്രം അവസാനത്തെ ഈ ഗരം മസാല ചേർത്താൽ മതി. ഇത് ലൈറ്റായിട്ടൊന്ന് സൈഡിൽ ഉടയാത്ത രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇനി ഗ്രേവിക്ക് ടേസ്റ്റ് ഒന്നുകൂടെ കൂട്ടാനായിട്ട് ഒരു 8-10 കാഷ്നട്ടാണ്. ഒന്ന് ശകലം വെള്ളം ചേർത്തായിരിക്കണം. ആദ്യമേ ഒന്ന് പൊടിച്ചതിന് ശേഷം ശകലം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. ഇത് കുറേശ്ശെ ഒഴിച്ചുകൊണ്ട് ഇളക്കി കൊടുക്കുകയാണ്. ഒരു 8 കാഷ്നട്ടൊക്കെ ഇട്ടാൽ മതിയേ. മൊത്തം ഒഴിച്ചിട്ടുണ്ട്. പതുക്കെ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ ഒന്നുകൂടെ ബാക്കി ഒരു 1/4 ഭാഗം കൂടെ ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഒരു 5-6 മിനിറ്റ് ഇരുന്നാൽ മതി. എണ്ണ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റിൽ കസൂരി മെത്തിയാണ് ചേർക്കുന്നത്. കസൂരി മെത്തി ചേർത്തിട്ട് ഇനി ഓവർ കുക്കൊന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ലാസ്റ്റിലിടുന്നു. ഈ നെയ്യ് ചേർക്കുന്നത് ടേസ്റ്റിനാണ് കൂടുതലാക്കാൻ വേണ്ടി ചേർക്കുന്നതാണ്. ഇത് ഓപ്ഷനിലാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയേ. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയോടെ ചേർക്കുകയാണ്. ഇതിൽ പനീർ കുറച്ച് കനം കുറഞ്ഞാണ് ഞാൻ ഇതിൽ കട്ട് ചെയ്തിരിക്കുന്നത്. പനീർ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയിൽ, അതായത് കനത്തിൽ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണേ. അപ്പോൾ ഇച്ചിരി കാണാൻ നല്ലൊരു ലുക്കാണ്. പനീറെല്ലാം ഒട്ടും ഉടയാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ എടുക്കണേ. നല്ല ടേസ്റ്റുള്ളൊരു തിക്ക് ഗ്രേവി റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും ഒക്കെ തന്നൊന്ന് സപ്പോർട്ട് കൂടി ചെയ്തിരിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി വെക്കാൻ വേണ്ടി മറക്കല്ലേ. ഇത്രയും നാളും തന്ന സപ്പോർട്ടെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.